കവിതാസ് പോസിറ്റീവ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, എല്ലാവരും കാണണേ അത്. ഇന്ന് ഞാൻ എടുത്ത വീഡിയോ, നമ്മൾ ഓംലെറ്റ് എല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും കാണണേ. ഓക്കെ, എന്നോട് അഭിപ്രായം പറയണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓംലെറ്റിന് ആവശ്യമായ സാധനങ്ങൾ: മുട്ട, തേങ്ങ 1/2 സ്പൂണ്, ഇത് പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, ഇത് മുരിങ്ങയില. മുരിങ്ങയില ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് മുരിങ്ങയില. ഇത് ഡെയിലി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് കുറേ അസുഖങ്ങൾ ഇല്ലാതാക്കാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ ഞാൻ കുറേ കഷ്ടപ്പെട്ടാണ് ഈ മുരിങ്ങയില എടുത്തത്. കാരണം ഇവിടെ കിട്ടാൻ പാടുള്ള സാധനമാണ് മുരിങ്ങയില, ഈ കറിവേപ്പിലയൊക്കെ. അപ്പോൾ മുരിങ്ങയില വേണം, കറിവേപ്പില വേണം, ചെറിയ ഉള്ളി വേണം. ഓക്കെ, ഇത്രയും സാധനങ്ങൾ. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിയുക, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിയുക, പിന്നെ കുരുമുളക് പൊടി, ഒരു പിഞ്ച് കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചിയാ സീഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ചിയാ സീഡ് ഒരു 1/2 അവർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് ഒരു 1/2 സ്പൂൺ, 1/2 അല്ലെങ്കിൽ 1 സ്പൂൺ ഒഴിക്കുക. ഓക്കെ, ചെറിയുള്ളി ഇടുക, പച്ചമുളക് ഇടുക, കുറച്ച് 1/2 സ്പൂൺ തേങ്ങ ഇടുക, കുറച്ച് കറിവേപ്പില ഒന്ന് ചെറുതാക്കി പൊട്ടിച്ചിടുക, കുറച്ച് മുരിങ്ങയില ഇടുക. ഇതിൻ്റെ തണ്ടൊക്കെ മാറ്റി നല്ല വൃത്തിയാക്കി ഇടണം. തണ്ടൊക്കെ മാറ്റിയിട്ട് ഇടണം. അത് കഴിഞ്ഞ് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് ഇട്ടാൽ മതി, ഒരു പിഞ്ച് കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണ് ചിയാ സീഡ്. ഇത് 1/2 സ്പൂൺ മുഴുവൻ വീണില്ല, അതാണ് ഞാൻ 2-3 പ്രാവശ്യം എടുത്തത്. ഇത്രയും ഇട്ട് നന്നായി കലക്കുക. നന്നായി കലക്കിയിട്ട് നമ്മൾ എണ്ണ, നല്ല ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് എണ്ണ പുരട്ടുക. എണ്ണ നന്നായി പുരട്ടുക, അതിലേക്ക് ഒഴിക്കുക. ഒഴിച്ച് ഒന്ന് പരത്തുക റൗണ്ടിൽ. ഓംലെറ്റ് റെഡി. ഇത് കാണാൻ എന്ത് രസമാണ്, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഓക്കെ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ഓക്കെ, എന്നെ അഭിപ്രായം അറിയിക്കണേ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നോട് പറയണം. അപ്പോൾ എനിക്ക് ഓരോരോ വീഡിയോസ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കവിതാസ് പോസിറ്റീവ് ലൈഫ് ആണ് ചാനലിൻ്റെ പേര്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ.